വാർത്താ മണിക്കൂറിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടാനും അതിന് പരിഹാരം നിർദ്ദേശിക്കാനുമുള്ള വാർത്താ മണിക്കൂറാണ് പൊതുജനം കഴുതയല്ല സാർ എന്ന ഈ പരിപാടി. ഒരു മാധ്യമം എന്ന നിലയിൽ 24-ന് കഴിയുന്നതിന്റെ പരമാവധി വാർത്താ ഇടപെടൽ ഈ വിഷയങ്ങളിൽ ഉണ്ടാകുമെന്ന ഉറപ്പോടെ നമ്മൾ തുടങ്ങുന്നു പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. പ്രേക്ഷകർക്ക് ഈ പരിപാടിയിലേക്ക് നേരിട്ട് വിളിച്ച് ജനകീയ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ്. ആശങ്കകളും പരാതികളും അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ എത്തിക്കും. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പ്രേക്ഷകർക്ക് വിളിക്കാം. നമ്പർ ഇതാണ് 04842830 പ്രേക്ഷകരുടെ വാർത്തകളും ദൃശ്യങ്ങളും വാട്സാപ്പിലും അയക്കാം. ഈ നമ്പറിൽ 6235968937. അപ്പോൾ നമ്മൾ ആദ്യ റിപ്പോർട്ടിലേക്ക് കടക്കുന്നു. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമര ഒടുവിൽ ജയിലിലായി. പ്രതിയെ 14 ദിവസത്തേക്കാണ് കോടതി റിമാൻഡ് ചെയ്തത്. മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ചാണ് പ്രതി സുധാകരനെയും ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയതെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. ഭാര്യ പിണങ്ങിപ്പോയതിന് കാരണക്കാർ സുധാകരന്റെ കുടുംബമെന്ന സംശയമാണ് കൊലപാതകങ്ങൾക്കെല്ലാം കാരണം. തന്നെ 100 വർഷം ജയിലിൽ അടയ്ക്കണം എന്നാണ് പ്രതി ഇന്ന് കോടതിയിൽ പറഞ്ഞത്. കുറ്റകൃത്യം നടത്തിയതിന്റെ സംതൃപ്തിയാണ് ഈ പ്രതിക്കെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് വ്യക്തമാക്കുന്നു. He consider himself a strong tiger പോലെയാണ്. He is feeling that he is a tiger. He considers himself as a tiger. ഇതാണ് SP അജിത് കുമാർ ചെന്താമരയെ പറ്റി പറഞ്ഞത്. 1.5 ദിവസത്തോളം പോലീസിനെയും നാട്ടുകാരെയും അതിവിദഗ്ധമായി കബളിപ്പിച്ച് ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതി തന്ത്രശാലി തന്നെ എന്ന് പോലീസ് പറയുന്നു. എങ്കിലും കേരളത്തെ നടുക്കിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞതിന്റെ ആശ്വാസവും പോലീസിനുണ്ട്. നല്ല എക്സ്പേർട്ടാണ്. ഇയാൾക്ക് ആ സ്ഥലം ഒരു വനപ്രദേശം കൃത്യമായിട്ട് അറിയാം. സോ ഹി നോസ് ഹൗ ടു ഹൈഡ്. പോലീസിന്റെ തിരച്ചിൽ ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ ചെന്താമര അതിസൂക്ഷ്മമായി നിരീക്ഷിച്ചു. കാടിനുള്ളിൽ പതുങ്ങിയിരുന്നുവെന്ന് ചെന്താമര പോലീസിനോട്. രാത്രി 8 മണിയോടെ ചെന്താമരയെ കണ്ടെന്ന നാട്ടുകാർ. ഓടിമറഞ്ഞത് ചെന്താമരയെ ഉറപ്പിച്ചതോടെ കാടിളക്കി നാടിളക്കി തിരച്ചിൽ. 1.5 മണിക്കൂറിലേറെ തിരച്ചിൽ നീണ്ടു. പക്ഷേ ചെന്താമരയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതോടെ പോലീസ് തിരച്ചിൽ നിർത്തി. വിശപ്പ് സഹിക്കാനാകാത്ത ചെന്താമര പോലീസ് തെരച്ചിൽ നിർത്തിയെന്നറിഞ്ഞതോടെ ഭക്ഷണം തേടി പോത്തുണ്ടി മലയിറങ്ങി. ഒടുവിൽ 35 മണിക്കൂറിന് ശേഷം 2 രാത്രിയും 2 പകലും കഴിഞ്ഞ് ചെന്താമര വലയിലായി. ചെന്താമര അപകടകാരിയാണെന്നും ജാമ്യവ്യവസ്ഥ ലംഘിച്ച് നെന്മാറയിൽ താമസിക്കുന്നതും പോലീസിൽ അറിയിച്ചിട്ടും നടപടിയെടുക്കാത്തതിൽ ആദ്യം മുതലേ നാട്ടുകാർക്ക് ആശങ്കയുണ്ടായിരുന്നു. പിന്നാലെ നടന്ന ഇരട്ടക്കൊലപാതകവും ചെന്താമര ഒളിവിലായതും ജനങ്ങളെ പ്രകോപിതരാക്കി. പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിയെ എത്തിച്ചതും ജനരോഷം അണപൊട്ടി. പ്രതിയെ തങ്ങൾക്ക് വിട്ടു നൽകണമെന്നും ഞങ്ങൾ കൈകാര്യം ചെയ്യുമെന്നും ജനക്കൂട്ടം ആക്രോശിച്ചു. ഒടുവിൽ വളരെ പണിപ്പെട്ടാണ് പോലീസ് ജനക്കൂട്ടത്തെ ശാന്തരാക്കിയത്. ചെന്താമരയുടെ ഹിറ്റ് ലിസ്റ്റിൽ 3 പേർ കൂടി. ഭാര്യയടക്കം 5 പേരെ കൊല്ലാനായിരുന്നു പദ്ധതിയെന്നും ഇനിയും 3 പേർ ബാക്കിയുണ്ടെന്നും കൂസലില്ലാതെ പ്രതി. തന്റെ ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം അയൽക്കാരുടെ മന്ത്രവാദമെന്ന് ചെന്താമര കരുതി. പിന്നെ എല്ലാവരോടും വൈരാഗ്യം. ഇരട്ടക്കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുൻപേ ആയുധങ്ങൾ ഒരുക്കി. ചെന്താമര പിടിയിലായെങ്കിലും സുധാകരന്റെ 2 പെൺമക്കളുടെ നെഞ്ചിൽ ഇപ്പോഴും കനലെരിയുന്നുണ്ട്. ചെന്താമരയെ തൂക്കിലേറ്റണമെന്ന് ഇവർ പറയുന്നു. അറസ്റ്റിൽ ഒട്ടും ആശ്വാസമില്ലെന്ന് ചെന്താമര ഭീഷണിപ്പെടുത്തിയ പുഷ്പ 24-നോട്. നീ അയാളെ വരും, നീ ഇവര് ജാമ്യത്തിലെടുക്കും, നീയും വരും, നീ വന്നാൽ പറയും നിങ്ങൾ കോർട്ടിക്ക് പോയിക്കോളി, സുരക്ഷിത തരാൻ പറ്റില്ല, അയാൾക്ക് ഞങ്ങൾ കാലാകാല ജീവിതപര്യന്തം കൊടുക്കാൻ പാടില്ല എന്നൊക്കെ ഇവർ പറഞ്ഞാൽ തന്നെയാണ് ആ ചേച്ചി മരിച്ചപ്പോഴും. ഇപ്പം 5 വർഷത്തിൽ 6 വർഷത്തിൽ ഇനിയും 2-3 വർഷം കഴിയുമ്പോൾ അവനെങ്കിലും പണം കൊണ്ട് കൂട്ടുമ്പോൾ ഇവർ ഇറക്കും. അവർ ഗുണ്ട സംഘങ്ങൾക്ക് ഇറക്കുകയാണെന്ന് പറയുന്നു. ചിലവർ പറയുന്നു പാർട്ടി ഇടപെട്ടിട്ടാണെന്നൊക്കെ. എങ്ങനെ അയാൾ ഇറങ്ങി ഇപ്പോൾ 2 എണ്ണത്തിന് കൊന്നോ അതുപോലെ ഇയാൾ ഇറങ്ങും. ചെന്താമര പറഞ്ഞതൊന്നും പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. വിഷം കഴിച്ചുവെന്ന് ചെന്താമര പറഞ്ഞത് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ.
കൊലപാതകത്തിൽ പ്രതിക്ക് കുറ്റബോധമില്ലെന്നും പോലീസ് പറയുന്നു. ശൗര്യവും ആക്രമണ സ്വഭാവവും മുൻനിർത്തി സ്വയം കടുവയെന്ന് വിശേഷിപ്പിക്കുന്ന ചെന്താമരയിൽ ചോദിച്ചറിയാൻ ഇനിയുമുണ്ട്. പോലീസിന് ഏറെ നാണക്കേടുണ്ടാക്കിയ കേസിൽ തുടർ നടപടികൾ നിർണായകമാണ്. ഈ പ്രതിയുടെ മാനസികാവസ്ഥയെപ്പറ്റി റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് തന്നെ പറയുന്നത് ഇയാൾ ഈ 2 കൊലപാതകം നടത്തിയതിന്റെ സംതൃപ്തി അയാളുടെ പ്രതികരണത്തിലും അയാളുടെ മുഖഭാവത്തിലും അയാളുടെ ബോഡി ലാംഗ്വേജിലും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കൊലപാതകം നടത്തുക, അതിൽ തൃപ്തി കണ്ടെത്തുക, അതിനുശേഷം അയാൾ ജയിലിൽ കിടക്കാൻ തയ്യാറാണ്, വയറു നിറച്ച് ആഹാരം കഴിക്കാൻ തയ്യാറാണ്. ചോദ്യം ചെയ്യുന്നതിന് മുൻപ് ആഹാരം കഴിച്ചിട്ട് ഞാൻ ഉത്തരം പറഞ്ഞാൽ പോരെ എന്നാണ് അയാൾ ഇന്നലെ പോലീസുകാരോട് ചോദിച്ചത്. അപ്പോൾ അയാൾ സംതൃപ്തി കണ്ടെത്തിയത് ആ 2 കൊലപാതകങ്ങൾക്ക് ശേഷമാണ്. നേരത്തെ നമ്മളോട് സംസാരിച്ച പുഷ്പ എന്ന ആ ചേച്ചി, അവരെ ഇദ്ദേഹം ഈ പ്രതി കൊല്ലും എന്ന് പറഞ്ഞിട്ടുള്ളതാണ്, നേരത്തെ ഭീഷണിയുള്ളതാണ്. ഇയാൾ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ഘട്ടത്തിൽ അവരും പോലീസിനോട് പരാതി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇനിയും ഇയാൾ ജയിലിൽ നിന്ന് ഇറങ്ങില്ല എന്നെന്ത് ഉറപ്പാണ് എന്ന് നാട്ടുകാർ ചോദിക്കുന്നുണ്ട്. അതിന് മറുപടി പറയേണ്ടത് പോലീസാണ്. ഇയാൾ ജാമ്യാപേക്ഷ കൊടുക്കുമ്പോഴൊക്കെ ഈ വിഷയങ്ങൾ പോലീസ് ഇനി കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും എന്ന് തന്നെ നമുക്ക് കരുതാം. ഇയാളുടെ പ്രകൃതം, ഇയാളുടെ രീതി, ഇയാൾ ഒരു ലിസ്റ്റ് തയ്യാറാക്കി ആളുകളെ ഉന്മൂലനം ചെയ്യുന്ന ഒരു കൊടും ക്രിമിനലാണ്, അത്തരത്തിലുള്ള ഒരു കുറ്റവാളിയാണ് എന്ന കാര്യം കോടതി മുൻപാകെ, വിചാരണ കോടതി മുൻപാകെയൊക്കെ എത്തിക്കാൻ പോലീസിന് കഴിയണം. ഇല്ലെങ്കിൽ നാട്ടുകാർക്ക് സമാധാനമായി കിടന്നുറങ്ങാൻ കഴിയില്ല എന്ന് അവരിങ്ങനെ പറയുകയാണ്. അപ്പോഴത് പോലീസ് കാണുന്നുണ്ടാകും, കേൾക്കുന്നുണ്ടാകും, അറിയുന്നുണ്ടാകും എന്ന് തന്നെ നമുക്ക് കരുതാം. അപ്പോൾ ആശങ്കകൾ പലരും പങ്കുവയ്ക്കുന്നുണ്ട്. പോലീസിനേക്കാൾ ബുദ്ധിയുള്ള പ്രതി എന്നാണ് അബ്രഹാം തോമസ് പറയുന്നത്. ഇപ്പോൾ പലരും ഈ പോലീസിൻ്റെ വീഴ്ചയൊക്കെ ചൂണ്ടിക്കാട്ടി ധാരാളം പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ വരുന്നുണ്ട്. അതിൽ പോലീസിൽ തന്നെ അന്വേഷണം നടക്കുന്നുണ്ട്. SHOയെ ഇന്നലെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതിൽ ആ വഴിക്ക് തന്നെ അന്വേഷണം പോകട്ടെ. അപ്പോൾ ഗൗരവമുള്ള ഇടപെടൽ തുടർന്നുണ്ടാകും. ആദ്യഘട്ടത്തിൽ വീഴ്ച ഉണ്ടായെങ്കിൽ അതൊക്കെ പരിഹരിക്കുന്ന മട്ടിൽ തുടർന്നുള്ള ഇടപെടൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത്. നമ്മൾ മറ്റൊരു റിപ്പോർട്ടിലേക്കാണ് വരുന്നത്. ഭാസ്കര കാരണവർ വധക്കേസിൽ ശിക്ഷാ ഇളവ് ലഭിച്ച ഷെറിനോട് അസാധാരണ പരിഗണന എന്ന ആരോപണം ശക്തമാണ്. 20 വർഷം ശിക്ഷ അനുഭവിച്ച രോഗികൾ ഉൾപ്പെടെ അർഹരായവരെ പിന്തള്ളിയാണ് ഷെറിന് അനുകൂലമായ ഫയൽ നീങ്ങിയത്. 3 മാസം കൊണ്ട് ജയിൽ ഉപദേശക സമിതി ശുപാർശ ആഭ്യന്തര വകുപ്പ് വഴി മന്ത്രിസഭയിലെത്തുകയായിരുന്നു. പല ജയിലിലും ശിക്ഷാകാലാവധിക്കിടെ ഷെറിനുണ്ടാക്കിയ കുഴപ്പങ്ങൾ, പ്രശ്നങ്ങൾ ഇവിടെ പരിഗണിക്കപ്പെട്ടില്ല എന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. പതിനാല് വർഷം ശിക്ഷ പൂർത്തിയാക്കിയെന്ന കാരണത്താലാണ് ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ച ഷെറിന് മോചനം നൽകാനുള്ള മന്ത്രിസഭായോഗ തീരുമാനം. കണ്ണൂർ ജയിൽ ഉപദേശക സമിതി നൽകിയ ശുപാർശയിലാണ് നടപടി. 20 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ അനുഭവിച്ചവരെ വിട്ടയക്കണമെന്ന ജയിൽ ഉപദേശക സമിതികളുടെ ശുപാർശ പരിഗണിക്കാതെയാണ് ഷെറിന് മാത്രമായി ഇളവ് കിട്ടിയത്. ജയിലുകളിൽ ഷെറിന് കിട്ടിയ ആനുകൂല്യങ്ങളുടെ തുടർച്ചയാണ് വിടുതലും. എന്നാൽ 20 വർഷം വരെ തടവ് പൂർത്തിയായവർക്ക് ഈ ആനുകൂല്യം കിട്ടിയില്ല. ഇവരിൽ പലരും രോഗികളാണ്. 3 മാസം മുമ്പാണ് കണ്ണൂർ ജയിൽ ഉപദേശക സമിതി ശുപാർശ നൽകിയത്. അതിവേഗം ശുപാർശ ജയിൽ DGP വഴി മന്ത്രിസഭയ്ക്ക് മുന്നിലെത്തി. സാധാരണ ഇളവ് കൊടുക്കുമ്പോൾ പ്രതികളുടെ ജയിലിലെ പ്രവർത്തനവും പരിഗണിക്കാറുണ്ട്. എന്നാൽ താമസിച്ച ജയിലുകളിലെല്ലാം സഹതടവുകാരുമായും ഉദ്യോഗസ്ഥരുമായും ഷെറിൻ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും അതൊന്നും പരിഗണിച്ചില്ല. പോലീസ് റിപ്പോർട്ടും പ്രൊബേഷൻ റിപ്പോർട്ടും ഷെറിന് അനുകൂലമായിരുന്നു. ക്യാബിനറ്റിൽ ഒരു മന്ത്രിയുടെ പിന്തുണയും ഷെറിന് കിട്ടിയതായും സൂചനയുണ്ട്. ഷെറിനൊപ്പം ശിക്ഷിക്കപ്പെട്ട കാമുകൻ ബാസിത്ത് അലിയെ നല്ല നടപ്പ് പരിഗണിച്ച് തിരുവനന്തപുരം നെട്ടുകാൽത്തേരി തുറന്ന ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാസിത്ത് അലിയെ മോചനത്തിനായി പരിഗണിച്ചില്ല. മന്ത്രിസഭായോഗ ശുപാർശ ഗവർണർ കൂടി അംഗീകരിച്ചാലേ ഷെറിന് പുറത്തിറങ്ങാനാകൂ. അതേസമയം സ്ത്രീ തടവുകാരി എന്ന പരിഗണന മാത്രമേ ഷെറിന് നൽകിയിട്ടുള്ളൂവെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. സ്ത്രീ എന്ന പരിഗണന നൽകി സംസ്ഥാനത്ത് ഇത് ആദ്യമായല്ല ഒരു തടവ് പുള്ളിയെ മോചിപ്പിക്കുന്നത്. പക്ഷേ ഷെറിന്റെ മോചനത്തിന് പിന്നിലെ സർക്കാരിന്റെ തിടുക്കമാണ് അസാധാരണം. ഇതെന്തിനെന്നാണ് ഇനി അറിയേണ്ടത്. തിരുവനന്തപുരത്ത് നിന്നും അജീഷ് ജയകുമാർ, 24. പൊതുജനം കഴുതയല്ല സാർ.
ഇരട്ടക്കൊലക്കേസ് പ്രതിയുടെ കാര്യത്തിലെ പോലീസിന്റെ വീഴ്ചകളെപ്പറ്റി ധാരാളം പ്രതികരണങ്ങൾ ഈ റിപ്പോർട്ടിന് ശേഷം നമ്മളുടെ കമന്റ് ബോക്സിൽ വന്ന് നിറയുകയാണ്. ശ്രീരാജ് കാലിക്കറ്റ് ഒഫീഷ്യൽ എന്ന ഐഡിയയിൽ നിന്ന് പറയുന്നു, സാധാരണ ജനങ്ങൾ പോലീസിൽ പരാതി കൊടുത്താൽ ഇതാണ് അവസ്ഥ, ആരും തിരിഞ്ഞു നോക്കില്ല. പ്രിവിലേജ് ഒരു സംഭവം തന്നെയാണ് അല്ലേ, നമ്മളൊക്കെ സാധാരണ ജനങ്ങളായി പോയില്ലേ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ കുറച്ചൊക്കെ വാസ്തവമുണ്ട്. കാരണം ആ കുടുംബം, ഈ കൊല്ലപ്പെട്ട സുധാകരൻ്റെ മക്കൾ, അവരുടെ അച്ഛനെതിരെയുള്ള ഭീഷണി, നാട്ടുകാരിൽ പലരും പോലീസിന് രേഖാമൂലം കൊടുത്ത പരാതി, ഡിസംബർ 19 മറ്റോ ആണ് ആ പരാതിയൊക്കെ പോലീസിൽ കിട്ടത്. അതിലൊന്നും ഒരു നടപടിയും ഉണ്ടായില്ല. അത് നടപടി എടുത്തിരുന്നെങ്കിൽ ഈ കൊലപാതകത്തിൽ നിന്ന് ആ പ്രതിയെ പിന്തിരിപ്പിക്കാൻ കഴിയുമായിരുന്നു, ആ കുടുംബം രക്ഷപ്പെടുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ധാരാളം പ്രതികരണങ്ങൾ അതിൽ വരുന്നുണ്ട്. അത് പോലീസിന്റെ വകുപ്പ് തല അന്വേഷണത്തിലും കണ്ടെത്തിയതാണ്. SHOയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ നടപടികൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഷെറിൻ്റെ ശിക്ഷാ ഇളവിൻ്റെ കാര്യത്തിലും സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ വരുന്നുണ്ട്. ഈ പറയുന്ന ഈ ജോൾസൻ, ഇതിൽ അന്ധവിശ്വാസത്തിൻ്റെ എലിമെൻ്റ് കൂടി ഉണ്ടല്ലോ ഈ ചെന്താമരയുടെ കേസിൽ. അപ്പോൾ എന്തുകൊണ്ട് ജോൾസനെ ഈ കേസിലൊന്നും പ്രതി ചേർക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ അന്വേഷണത്തിൽ തീരുമാനിക്കട്ടെ, അത് നിയമപരമായി അതിൻ്റെ വഴിയിലൂടെ കാര്യങ്ങൾ പോകട്ടെ എന്ന് മാത്രം നമുക്ക് പറയാം. ഇപ്പോൾ മറ്റൊരു പ്രധാന റിപ്പോർട്ട് വരുന്നുണ്ട്. അതും നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. തിരുവനന്തപുരം നെട്ടയത്ത് സ്കൂൾ ബസ്സിൽ വിദ്യാർത്ഥികൾ തമ്മിൽ കത്തിക്കുത്ത്. +1 വിദ്യാർത്ഥിയാണ് 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ കുത്തിയത്. പരിക്കേറ്റ വിദ്യാർത്ഥി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വട്ടിയൂർക്കാവ് സ്റ്റേഷനിൽ നിന്ന്, പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്ന് ഉമേഷ് ബാലകൃഷ്ണനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഉമേഷ്, ഈ പരിക്കേറ്റ കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെ, അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. വിജയകുമാർ, പരിക്കേറ്റ കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. കഴുത്തിന് പിറകിലായിട്ടാണ് കുത്തേറ്റ ആദ്യം പെറുക്കട ആശുപത്രിയിലേക്കാണ് ആദ്യം എത്തിച്ചത്. അതിനുശേഷം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മെഡിക്കൽ കോളേജിൽ പ്രാഥമിക പരിശോധനയിൽ ആഴത്തിലുള്ള കുത്തല്ല എന്ന് മനസ്സിലാക്കി. അതിനുശേഷം ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കുട്ടി വിശ്രമത്തിലാണ്. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. +1 വിദ്യാർത്ഥി, അതായത് കുത്തിയ +1 വിദ്യാർത്ഥിയെ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ തന്നെ വട്ടിയൂർക്കാവ് പോലീസ് നേരിട്ടെത്തി കസ്റ്റഡിയിൽ എടുത്തു. ഇവർ, അതായത് നെട്ടയത്തുള്ള ഒരു സ്വകാര്യ സ്കൂളിലാണ് ഇരുവരും പഠിക്കുന്നത്. ഒരാൾ 9ാം ക്ലാസ് വിദ്യാർത്ഥിയും ഒരാൾ +1 വിദ്യാർത്ഥിയും. +1 വിദ്യാർത്ഥി 9ാം ക്ലാസ് വിദ്യാർത്ഥിയും ഒരേ ബസ്സിലാണ് വീട്ടിലേക്ക് പോകുന്നത്. ഏകദേശം 3 മണി കഴിഞ്ഞപ്പോൾ ഇവർ ഒന്നിച്ച് സ്കൂൾ ബസ്സിൽ കയറി. സ്കൂൾ ബസ്സിനകത്ത് വെച്ച് ഇവർ തർക്കമുണ്ടായി. നേരത്തെ തന്നെ ഇവർ തമ്മിൽ ചെറിയ രീതിയിലുള്ള തർക്കങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അത് സ്കൂൾ ബസ്സിൽ കയറിയപ്പോൾ വീണ്ടും സമാനമായ തർക്കമുണ്ടായി. ഈ തർക്കമാണ് ഈ ഒരു കത്തിക്കുത്തിലേക്ക് നയിച്ചത്. സ്കൂളിൽ എത്തിക്കാൻ +1 വിദ്യാർത്ഥിയായ ഈ കുത്തിയ കുട്ടി +1 സയൻസ് ആണ് പഠിക്കുന്നത്. സ്കൂളിൽ പൊട്ടറ്റോയും അത് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു പരീക്ഷണത്തിന് വേണ്ടിയുള്ള കത്തിയും എത്തിക്കാൻ പറഞ്ഞിരുന്നു. അത് സ്കൂളിൽ എത്തിച്ചു. അങ്ങനെയാണ് ഈ കത്തി കുട്ടിയുടെ കയ്യിലാകുന്നത്. ഈ കത്തി എടുത്താണ് കുത്തിയത്. കഴുത്തിൻ്റെ പിറകിലായിട്ടാണ് ഈ കുത്തിയത്. എന്തായാലും വലിയ ആഴമില്ലാത്ത കുത്താണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളില്ലാതെ പോയി എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും കുട്ടിയെ ഇപ്പോൾ വട്ടിയൂർക്കാവ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. തുടർ അന്വേഷണത്തിന്റെ ഭാഗമായിരിക്കും തുടർ നടപടികൾ. വിജയകുമാർ, ഇതിൽ ഉമേഷ്, ഇതിനപ്പുറത്തേക്ക് ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന എന്തോ പിണക്കം അല്ലെങ്കിൽ വഴക്ക്, വൈരാഗ്യം, അതൊക്കെ തീർക്കാൻ സ്കൂൾ ബസ്സിനകത്ത് ഒരു 16 വയസ്സുകാരൻ അല്ലെങ്കിൽ ഒരു 17 വയസ്സുകാരൻ കത്തി ഉപയോഗിക്കുക, അതൊരു 9ാം ക്ലാസ്സുകാരനെ കുത്തുക. അപ്പോൾ ആളുകൾ ചോദിക്കുന്നുണ്ട്, നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്ത് സംഭവിക്കുന്നു എന്ന്. ഇതിപ്പോൾ ഈ കുട്ടികൾ ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുക, അത്തരം സംഭവങ്ങൾ നിരന്തരമായി തുടർച്ചയായി വാർത്തയാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ചോദ്യങ്ങൾ ഉയരുന്നത്. അപ്പോൾ ഇത്തരം വാർത്തകൾ കേൾക്കേണ്ടി വരുന്ന ഒരു വല്ലാത്ത മാനസികാവസ്ഥ കൂടി പ്രേക്ഷകർക്കും നമുക്കുമൊക്കെയുണ്ട്. അതിലെന്താണ്, ഇതിൽ എന്തെങ്കിലുമൊക്കെ നടപടികൾ വേണ്ടേ, എന്തെങ്കിലുമൊക്കെ ഇടപെടലുകൾ വേണ്ടേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അപ്പം അതിന് നമുക്ക് എന്തെങ്കിലും ഒരു മറുപടി ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. എങ്കിലും ഇത് ഒരു സ്കൂൾ ബസ്സിൽ സംഭവിക്കുന്നു എന്ന് പറയുന്നത് ഒരു തരത്തിലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, അല്ലേ? ഇതൊരു സ്വകാര്യ സ്കൂളാണ്. വലിയ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്കൂൾ തന്നെയാണ്. ഈ സ്കൂളിൽ ഒരുപക്ഷെ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചപ്പോൾ ഈ 2 കുട്ടികളും ഏകദേശം ഒരേ ഏരിയയിൽ നിന്ന്, അതായത് മലമുകളിൽ വെച്ചാണ് ഈ കത്തിക്കുത്ത് ഏൽക്കുന്നത്. പക്ഷേ ഇവരുടെ എല്ലാം സ്ഥലം ഏകദേശം ഒരേ സ്ഥലത്താണ്. വർഷങ്ങളായി അറിയാവുന്ന, പരസ്പരം അടുത്ത ബന്ധമൊന്നുമില്ലെങ്കിലും പരസ്പരം അറിയാവുന്ന ആളുകളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഒരുപക്ഷെ ഇതിനെല്ലാം ഒരു വലിയ രീതിയിൽ
കുട്ടികൾ ഒരു പരസ്പരം തർക്കമുണ്ടാവുകയും ആ തർക്കം പെട്ടെന്ന് സ്വന്തം കയ്യിൽ കത്തി ഉണ്ട് എന്ന് തിരിച്ചറിയുകയും ആ കത്തിയെടുത്ത് കുത്താൻ ഒരു +1 വിദ്യാർത്ഥി 16 വയസ്സുകാരനെ പ്രേരിപ്പിക്കുകയും ചെയ്ത ഘടകങ്ങൾ, അത് വിജയകുമാർ പറഞ്ഞതുപോലെ അവയെല്ലാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇവർ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്, ഭാവി ഓരോരുത്തരെയും നയിക്കേണ്ടവരാണ്. ഇവരുടെ ഭാഗത്തു നിന്നാണ് പെട്ടെന്ന് ഒരു തർക്കമുണ്ടാവുകയും ആ തർക്കം എങ്ങനെ ഒരു ക്രൈമിലേക്ക്, അല്ലെങ്കിൽ ഒരു കത്തി, തൻ്റെ കയ്യിൽ ഒരു കത്തി ഉണ്ടല്ലോ, ആ കത്തിയെടുത്ത് കുത്താവുന്ന രീതിയിൽ കുത്തിയാൽ ഇയാൾക്ക് ഈ പരസ്പരം സംസാരിക്കുന്നതിന് തനിക്ക് പകരം വീട്ടാനാകുമല്ലോ എന്നെല്ലാം ചിന്തിക്കുന്നത് വലിയ ഒരു ആശങ്ക ഉളവാക്കുന്ന സാഹചര്യം തന്നെയാണ്. എന്തായാലും എന്താണ് സ്കൂൾ നേരത്തെ തന്നെ ഇവർ തമ്മിലുള്ള തർക്കങ്ങൾ ഉണ്ടായപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള പരാതികൾ ഈ 9ാം ക്ലാസ്സുകാരൻ സ്കൂൾ അധികൃതർക്ക് നൽകിയിട്ടുണ്ടോ, അതിലെന്തെങ്കിലും നടപടികൾ എടുത്തിട്ടുണ്ടോ തുടങ്ങിയവയെല്ലാം ഇനി പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും കുട്ടിയെ ഇപ്പോൾ +1 വിദ്യാർത്ഥിയെ ഇപ്പോഴും മൊഴിയെടുക്കാൻ, ചോദ്യം ചെയ്യാനൊന്നും ആരംഭിച്ചിട്ടില്ല. അതിനെല്ലാം നടപടിക്രമങ്ങളുണ്ട്. എന്തായാലും ഇവിടെ തന്നെ ഉണ്ട് കൂടുതൽ വിശദാംശങ്ങൾ. കുട്ടിയുടെ കൂടി ഈ ചോദ്യം ചെയ്യൽ കൂടി അടിസ്ഥാനത്തിലെ പുറത്തു വരികയുള്ളൂ. എന്താണ് ഇത്രയും വലിയ പ്രകോപനം, എത്ര വലിയ പ്രകോപനം ഉണ്ടായാലും കയ്യിൽ കരുതിയിരിക്കുന്ന കത്തിയെടുത്ത്, അതും പഠിക്കാൻ സ്കൂളിൽ എത്തിക്കുന്ന കത്തി, ആ കത്തി ഉപയോഗിച്ച് പൊട്ടറ്റോ ഉപയോഗിച്ചുള്ള പരീക്ഷണത്തിന് വേണ്ടിയാണ് എത്തിച്ചത്. അതാണ് ഇത്തരമൊരു ശരി ഉമേഷ്, എന്തായാലും അത് പോലീസ് സമാധാനമായി ചോദിച്ച് അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കട്ടെ. ആവശ്യമെങ്കിൽ ആ കുട്ടിക്ക് ഒരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് എന്താണ് നേരത്തെ ഉമേഷ് പറഞ്ഞതുപോലെ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്, നല്ല ഒരു പൗരനായി നമ്മുടെ സമൂഹത്തിൽ വളരേണ്ടയാളാണ്. അപ്പോൾ എന്താണ് അവന് സംഭവിച്ചത് എന്നത് പോലീസ് അന്വേഷിച്ച് കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് അവൻ്റെ പ്രശ്നങ്ങളൊക്കെ കേട്ട് പരിഹരിക്കട്ടെ. ഇപ്പോൾ ഒരു 9 വയസ്സുകാരനെ കുത്തിയ ആളെ അറസ്റ്റ് ചെയ്തോ എന്ന് ചന്ദ്രൻ പി ചോദിക്കുന്നു. 9 വയസ്സുകാരനല്ല, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അതിൻ്റെ വിവരങ്ങളാണ് നമ്മൾ പങ്കുവച്ചത്. ആ കുട്ടിയെ പോലീസ് അവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. റേഷൻ വ്യാപാരികളുടെ സമരം ഒത്തുതീർപ്പായതല്ലേ, പിന്നെ എന്തിനാണ് റേഷൻ കടയുടെ മുന്നിൽ UDF സമരം നടത്തുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമരം ഒത്തുതീർപ്പായെങ്കിലും പ്രശ്നങ്ങൾ പലതുമുണ്ട്. ഒരുപക്ഷെ ഒരു പ്രതിഷേധ സമരമൊക്കെ ഇന്ന് നടക്കുന്നുണ്ട് സംസ്ഥാന വ്യാപകമായി. അതിൻ്റെ ഭാഗമായുള്ള പ്രതിഷേധമായിരിക്കാം UDF നടത്തുന്നത്. ഇന്നലെ ഈ പെപ്പർ സ്പ്രേ പോലീസ് നെന്മാറയിൽ നാട്ടുകാരുടെ നേരെ ഉപയോഗിച്ചു. അതൊരിക്കലും യോജിക്കാൻ കഴിയില്ല എന്നാണ് ഷുഹൈബ് പറയുന്നത്. ആ ഘട്ടത്തിൽ വലിയ തോതിൽ ആളുകൾ പോലീസ് സ്റ്റേഷനിലേക്ക് തള്ളിക്കയറുകയും ഈ പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടു പോകാൻ പറ്റുന്ന തരത്തിലേക്ക് ഒരു വലിയ ഒരു സംഘർഷ സമാന സാഹചര്യം ഉണ്ടായപ്പോൾ പോലീസ് ചില നടപടികളൊക്കെ സ്വീകരിച്ചതാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. അതിൽ പോലീസാണ് ആ സാഹചര്യം വിശദീകരിക്കേണ്ടത്. രവികുമാറാണ് നേരത്തെ പറഞ്ഞത് റേഷൻ വ്യാപാരികളുടെ കാര്യം അദ്ദേഹമാണ് ചോദിച്ചത്. പലരും ഈ രക്ഷിതാക്കൾ കുട്ടികളെ പറഞ്ഞു വിടുമ്പോൾ ഒരു കത്തി കൂടി കൊടുത്തു വിടണോ എന്ന് മുഹമ്മദ് അനു അല്പം ആശങ്കയോടെ ചോദിക്കുന്നുണ്ട്. അത്തരം സാഹചര്യമൊന്നും നമ്മുടെ നാട്ടിലില്ല. ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. അത് ആ നിലയ്ക്ക് തന്നെ കണ്ട് അവർക്ക് എന്താണ് സംഭവിക്കുന്നത് നമ്മൾ അന്വേഷിച്ച് അതിന് പരിഹാരം കണ്ടെത്തുക വേണം. അത് നമ്മുടെ എല്ലാവരുടെയും കൂട്ടുത്തരവാദിത്തമാണ്. അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ ധാരാളം പ്രതികരണങ്ങൾ ഇതിൽ വരുന്നുണ്ട്. പിള്ളേർ പഠിക്കാനല്ലേ സ്കൂളിൽ പോകുന്നതെന്ന് ജോസ്വിൻ ജോസഫ് ചോദിക്കുന്നു. ഉറപ്പായും അങ്ങനെ തന്നെയാണ്. അതിൽ മാറ്റമൊന്നുമില്ല, തർക്കമൊന്നുമില്ല. ഇത്തരം സാഹചര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. അത് അനുവദിച്ചുകൂടാ. അതിന് പരിഹാരം വേണം, അതിനൊരു ചികിത്സ വേണം. അതാണ് ഇപ്പോൾ നടക്കേണ്ടത്. അത് ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് കരുതാം. നമ്മൾ മറ്റു റിപ്പോർട്ടുകളിലേക്ക് വരും ഇടവേളയ്ക്ക് ശേഷം. ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ അടുത്ത റിപ്പോർട്ടിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു ഗൗരവമുള്ള ഒരു പ്രതികരണം ജേക്കബ് കോയിപ്പള്ളി എന്ന ഐഡിയയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഞാനത് വായിക്കാം. നിങ്ങളിത് വായിക്കില്ല എന്നറിയാം. കുട്ടികളിൽ കുറ്റവാസന വളർത്തുന്നതിൽ ടെലിവിഷൻ ചാനൽ വാർത്താ അവതരണ രീതിക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. ഗുരുതരമായ ക്രിമിനൽ അനാസ്ഥ തന്നെയാണിത്. ഈ ടെലിവിഷൻ വാർത്താ അവതരണ രീതി എന്നാണ് അദ്ദേഹം ഈ ജേക്കബ് പറയുന്നത്. ഈ ടെലിവിഷൻ വാർത്താ അവതരണ രീതി എന്നൊക്കെ പറയുന്ന നമ്മളൊക്കെ ഇന്നിങ്ങനെ പ്രേക്ഷകരോട് വാർത്തകൾ പറയുകയാണ്. ഈ രീതി കുറ്റവാസന കുട്ടികളിൽ കൂട്ടുന്നു എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് ഞാൻ ആശങ്കപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഞാനൊക്കെ വാർത്ത വായിക്കുന്നത് കണ്ട് ആരെങ്കിലും ഏതെങ്കിലും ക്രൈം ചെയ്യാൻ പോകുന്നു എന്നാണോ അദ്ദേഹം ഉദ്ദേശിച്ചത്, അതോ മറ്റെന്തെങ്കിലുമാണോ എന്നറിയില്ല. അദ്ദേഹത്തിൻ്റെ കമൻറ്റ് കണ്ടപ്പോൾ ഈ വാർത്താ അവതരണ രീതി എന്ന് പറയുന്നത് ഇതാണല്ലോ. അപ്പോൾ ഇത് സമൂഹത്തിൽ കുറ്റവാസന ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ കുറ്റക്കാരെ സൃഷ്ടിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നത്. എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹം അത് വിശദീകരിക്കുമായിരിക്കും അടുത്ത കമൻറ്റിൽ എന്ന് ഞാൻ കരുതുന്നു. നമ്മൾ മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക് പോവുകയാണ്. വളരെ ദാരുണമായ ഒരു സംഭവമാണ്. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലെ മഹാകുംഭമേളയ്ക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം 30ആയി. 60 പേർക്ക് പരിക്കേറ്റു. മരിച്ചവരിൽ 25 പേരെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ബൽറാം, രാവിലെ തന്നെ ഈ അപകടത്തിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതിൽ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും അതിൽ ദുരന്തത്തിന് ഇരയായവരുടെ എണ്ണം കൂടി വരികയാണ്. ഇപ്പോഴിതാ മരണസംഖ്യ 30ആയി. അത് എവിടെ നിന്നൊക്കെ ഉള്ളവരാണ് ഈ അപകടത്തിൽ പെട്ടിരിക്കുന്നത്,
അതുപോലെ ഈ 60 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരുടെയൊക്കെ ആരോഗ്യനില എങ്ങനെ? അതിൻ്റെ ഔദ്യോഗിക വിവരങ്ങൾ വന്നിട്ടുണ്ടോ ഇപ്പോൾ? വിജയകുമാർ, രാവിലെ മുതൽ തന്നെ മഹാകുംഭവേളയിലെ തിക്കിലും തിരക്കിലും 10ഓളം പേർ മരിച്ചതായുള്ള അനൌദ്യോഗികമായ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. എന്നാൽ ഇക്കാര്യം ഔദ്യോഗികമായി തന്നെ ഉത്തർപ്രദേശ് സർക്കാർ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഈ കുംഭമേള പ്രദേശത്തിന്റെ ചുമതലയുള്ള DIG തന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. DIG വൈഭവ് കൃഷ്ണ വ്യക്തമാക്കിയത് കുംഭമേളയിലെ ഈ അപകടത്തിൽ 30 പേർ മരിച്ചു എന്നുള്ളതാണ്. ഈ മരിച്ചവരിൽ 25 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനിയും 5 പേരെ തിരിച്ചറിയാനുണ്ട്. ഈ തിരിച്ചറിഞ്ഞവരിൽ ഉത്തർപ്രദേശിന് പുറത്തു നിന്നുള്ളവരും ഉൾപ്പെടുന്നുണ്ട്. അതിൽ 4 കർണാടക സ്വദേശികളാണ്. കൂടാതെ അസമിൽ നിന്നും ഗുജറാത്തിൽ നിന്നുമുള്ള ഓരോരുത്തരും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. മറ്റ് ഉള്ളവരെല്ലാം തന്നെ ഉത്തർപ്രദേശ് സ്വദേശികളാണ്. ഇനി 5 പേരെ തിരിച്ചറിയാനുണ്ട്. അവരെ തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ 60 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ ഇപ്പോൾ നിലവിൽ 36 പേർ ചികിത്സയിലുണ്ട് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഇന്നലെ രാത്രി 1 മണിക്കും 2 മണിക്കും ഇടയിലായാണ് ഈ അപകടം ഉണ്ടായത്. ഈ അഖാഡയുടെ സമീപം സ്ഥാപിച്ച ബാരിക്കേഡ് തകരുകയായിരുന്നു. തുടർന്ന് ആളുകൾ നിലത്ത് വീഴുന്ന സാഹചര്യമുണ്ടായി. നിയന്ത്രണാതീതമായ തിരക്ക് ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് പോലീസ് വിശദീകരിക്കുന്നത്. ഒപ്പം തന്നെ പ്രതിപക്ഷം ഉൾപ്പെടെ ഉന്നയിച്ച ആരോപണം എന്നുള്ളത് VIP സന്ദർശനത്തെ തുടർന്ന് ഈ ദർശനത്തിനെത്തിയ അല്ലെങ്കിൽ സ്നാനത്തിനെത്തിയ ഭക്തരെ നിയന്ത്രിച്ചതാണ് തിരക്കിന് കാരണം എന്നുള്ള ആരോപണം ഉയർന്നിരുന്നു. ഇക്കാര്യം പോലീസ് നിഷേധിക്കുകയാണ്. ഈ സമയത്ത് അല്ലെങ്കിൽ ഇന്ന് VIP പ്രോട്ടോകോൾ ഉണ്ടായിരുന്നില്ല ഈ പ്രദേശത്ത് എന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. എന്നാൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തന്നെ ഇന്ന് മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ ഇന്ന് 10 കോടിയോളം പേർ വിശ്വാസികൾ സ്നാനത്തിനായി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ തിരക്കിനെയും തുടർന്നുണ്ടായ അപകടത്തിന്റെ പിന്നാലെ തന്നെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. പ്രത്യേകിച്ചും ആദ്യഘട്ടത്തിൽ ഇന്ന് രാവിലെ ഈ സ്നാനത്തിനായി അമൃത സ്നാനത്തിനായി പുറമേ നിന്ന് വന്ന മറ്റ് പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ വിശ്വാസികൾക്കാണ് അവസരം നൽകിയിരുന്നത്. അത് സംഘം സ്നാനത്തിന് പകരം അവർ നിൽക്കുന്നതിനടുത്തുള്ള സ്നാനഘട്ടത്തിൽ സ്നാനം ചെയ്യാനായിരുന്നു നിർദ്ദേശം. എന്നാൽ ഈ ത്രിവേണി സംഗമത്തിലെ സ്നാനവും പുനരാരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ശരി ബൽറാം, എന്തായാലും അതിദാരുണമായ സംഭവം. ഇന്ന് ഈ അവിടെ കുംഭമേളയിൽ ഏറ്റവും അധികം ആളുകൾ തീർത്ഥാടകർ എത്തുന്ന ദിവസങ്ങളിൽ ഒന്നാണ്. അത്തരം ദിവസങ്ങൾ കുറച്ച് എണ്ണമുണ്ട്, അതിലൊന്നാണ് ഇന്ന്. അതുകൊണ്ട് കോടിക്കണക്കിന് ആളുകൾ, 10 കോടിയോളം ആളുകൾ ഈ ദിവസം ഇന്നലെയും ഇന്നുമായി അവിടെ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നവരൊക്കെ അവിടെ തുടരുകയായിരുന്നു. അവർ ഈ ഇന്നത്തെ ദിവസത്തെ ചടങ്ങ് കൂടി പങ്കെടുത്തേ പോകുള്ളൂ എന്ന നിലയിൽ അവിടെ തുടരുകയായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ആയപ്പോൾ കരുതിയതിനേക്കാൾ അപ്പുറത്തേക്ക് ആളുകൾ അവിടെ എത്തി എന്ന വിവരമൊക്കെ അവിടെ നിന്ന് മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും വലിയ ദുരന്തം. 25 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 60 പേർക്ക് പരിക്കുണ്ട്. മരണസംഖ്യ 30 ആയി. വിശദാംശങ്ങളാണ് ബൽറാം ഡൽഹിയിൽ നിന്ന് പങ്കുവച്ചത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. മൂന്നാറിലെ ജനവാസ മേഖലയിലേക്ക് പുതിയൊരു കാട്ടുകൊമ്പൻ കൂടി ഇറങ്ങി. വിരിക്കൊമ്പൻ എന്ന് വിളിപ്പേരുള്ള കാട്ടാനയാണ് കഴിഞ്ഞ കുറച്ചാഴ്ചകളായി ഈ മേഖലയിൽ ഭീതി പരത്തുന്നത്. നല്ലതണ്ണി എസ്റ്റേറ്റിൽ ഇറങ്ങിയ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കാട്ടാന ശല്യം കാരണം ജോലിക്ക് പോലും പോകാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് തോട്ടം തൊഴിലാളികൾ പറയുന്നു. മൂന്നാറിലെ കാട്ടാനകൾ എന്ന് പറയുമ്പോൾ ആദ്യം ഓർക്കുക പടയപ്പയാണ്. എന്നാൽ മൂന്നാറിൽ പടയപ്പ മാത്രമല്ല, നിരവധി മറ്റ് കാട്ടാനകളുമുണ്ട്. അക്കൂട്ടത്തിലേക്ക് പുതിയതായി എത്തിയിരിക്കുന്നതാണ് വിരികൊമ്പൻ. രണ്ടു മാസം മുമ്പാണ് വിരികൊമ്പനെ മൂന്നാർ മേഖലയിൽ കണ്ടു തുടങ്ങുന്നത്. വനംവകുപ്പ് പറയുന്നത് മാങ്കുളത്ത് നിന്ന് മൂന്നാറിലേക്ക് എത്തിയ ആനയെന്നാണ്. മറ്റാനകളിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ച് അക്രമകാരിയാണ് വിരികൊമ്പൻ. ജനവാസ മേഖലയിൽ നിന്ന് പിൻവാങ്ങാതെ നിൽക്കുന്ന വിരികൊമ്പൻ വ്യാപകമായി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ആളുകൾക്ക് നേരെ പാഞ്ഞെടുക്കുകയും ചെയ്യുന്നു. തലനാരിഴയ്ക്ക് ആളുകൾ രക്ഷപ്പെട്ട സംഭവവും ഉണ്ടായി. ரொம்ப ஆனை சல்லியமா இருக்கு, வேலைக்கு போக முடியல. காட்டுலையும் போனாலும் அதே தான். ஆனை 3 மணிக்கெல்லாம் ஆனை வந்துடுது காட்டுக்கு. மாடு ஆனை இதே ஒரு பயந்து தான் வேலை செய்கிறோம். காட்டில் ഉയരെ കയ്യിൽ പിടിച്ചിട്ട് വേല ചെയ്യണം നാങ്ക. കല്ലാർ മാലിന്യ പ്ലാന്റിൽ കഴിഞ്ഞ ദിവസം വിരികൊമ്പനും ഒറ്റക്കൊമ്പൻ എന്ന കാട്ടാനയും തമ്മിൽ കൊമ്പ് കോർക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. തൊഴിലാളികൾക്ക് ധൈര്യത്തോടെ ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. നല്ലതണ്ണിയിൽ വിരികൊമ്പൻ നിലയുറപ്പിച്ചിരിക്കുന്ന വിവരം വനം വകുപ്പിനെ അറിയിച്ചിട്ടും എത്താൻ വൈകി. 1 മണിക്കൂറിന് ശേഷമാണ് RRT എത്തി ആനയെ തുരത്തിയത്.
വിരികൊമ്പൻ ഇപ്പോഴും നല്ലതണ്ണി എസ്റ്റേറ്റ് മേഖലയോട് ചേർന്ന് ചുറ്റിക്കറങ്ങുന്നുണ്ട്. പടയപ്പയും പെരിയവരെ എസ്റ്റേറ്റ് മേഖലയിലുണ്ട്. കാട്ടാനകൾക്ക് നടുവിൽ ദൈനംദിന ജീവിതം തള്ളി നീക്കുന്ന തോട്ടം തൊഴിലാളികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാനുള്ള ഉത്തരവാദിത്തം പലപ്പോഴും വനം വകുപ്പിന് സാധിക്കുന്നില്ല. രണ്ടാനയെ നിരീക്ഷിക്കാനും തുരത്താനും ഒരാളെന്ന നിലയ്ക്ക് നോക്കിയാൽ പോലും നമ്മുടെ റാപ്പിഡ് റെസ്പോൺസ് ടീമിലെ അംഗബലം പര്യാപ്തമല്ല. എന്നാൽ ജീവൻ പണയം വെച്ചും ഇവർ നടത്തുന്ന സേവനങ്ങളെ വിസ്മരിക്കാനും കഴിയുന്നതല്ല. അംഗബലം കൂട്ടുന്നതിലും ആയുധബലം കൂട്ടുന്നതിലും വനം വകുപ്പാണ് പക്ഷേ നടപടി എടുക്കേണ്ടതെന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. ആദ്യം ഒരു അരിക്കൊമ്പൻ, ഇപ്പോഴിതാ ഒരു വിരിക്കൊമ്പൻ, പടയപ്പ, മൊട്ടവാലൻ, ഒറ്റക്കൊമ്പൻ, അങ്ങനെ പേര് പറഞ്ഞ് വിളിക്കാവുന്ന ആനകൾ. അത് ഈ മേഖലയിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചെറുതല്ല. ഇടയ്ക്ക് ആളുകൾക്ക് നേരെ ഈ ആനകൾ പാഞ്ഞ് അടുക്കുന്നുണ്ട്. അത് വലിയ തോതിൽ ഭീതി ഉണ്ടാക്കുകയാണ്. അവിടെ വലിയ ആശങ്കയിലാണ് ജനങ്ങൾ. അവർക്ക് പറയാനുള്ളത് കൂടി നമുക്ക് കേൾക്കാം. நாங்கள் இந்த மாதிரி போகையில் இப்படி ஆனை ரோட்டில் நின்னா நாங்கள் எப்படி போகிறது? இப்போ போனால் எங்களுக்கு இந்த இடத்துல நிற்கின்னே தெரிய மாட்டேங்குது. இதுக்கு இடையில போனால் காட்டு மாடும் நிற்கும் பாதையில். 5 மணிலேருந்து நான் சமையல் ஆகணும், காலையில் சாப்பாடு அவனுக்கு கொடுக்கணும், நான் சாப்பாடை கொண்டு போகணும். 5 மணிலேருந்து திரும்பினா நம்ம ஜன்னல் உடையும். அவ்வளோ இவ்வளோ நேரம் இருந்துட்டு இப்போ தான் வேலை கிளம்பி போட்டேன். இப்போ காலையில் இவ்வளோ நேரக்கு எல்லாம் நிற்கி நாங்கள் உள்ளதா ஒரு தடவை வரல. நான் ஒரு தடவை செலவு இல்லை, கலைச்சிடுவாங்க. ഈ വാർത്താ അവതരണ രീതി കുറ്റവാളികൾക്ക് പ്രചോദനം നൽകുന്നു എന്ന അദ്ദേഹത്തിൻ്റെ ജേക്കബ് കോയിപ്പള്ളി അദ്ദേഹത്തിൻ്റെ ആരോപണം. അദ്ദേഹം അത് വ്യക്തത വരുത്തുന്നുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അല്ല അദ്ദേഹം പറയുന്നത്. ഈ ആക്രമണങ്ങൾ, സംഘർഷങ്ങൾ, ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ആവേശമുണ്ടാക്കുന്ന രീതിയിൽ അത് അവതരിപ്പിക്കുന്നു. അപ്പോൾ എങ്ങനെ ചെയ്യാം, ഈ കുറ്റകൃത്യങ്ങൾ എങ്ങനെ ചെയ്യാം എന്ന ക്രിമിനൽ ചിന്താഗതി ഉള്ളവർക്ക് ഒരു അവസരം കിട്ടുകയാണ്. അതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അല്ലാതെ വാർത്താ അവതരണ രീതി എന്നതല്ല. റിപ്പോർട്ട് ചെയ്യുമ്പോൾ വലിയ ആവേശം കാണിക്കുന്നു, ഇത് കുറ്റകൃത്യം ചെയ്യാൻ കൂടുതൽ ആളുകൾക്ക് പ്രേരണ നൽകുന്നു എന്നതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അത് അത്തരം പരാതികൾ, ആരോപണങ്ങൾ ദൃശ്യമാധ്യമ പ്രവർത്തകർക്ക് മേലെ ഉണ്ടെങ്കിൽ വളരെ ഗൗരവത്തിൽ ഒരു സ്വയം വിമർശനം എന്ന നിലയിൽ കൂടി അതിനെ നമ്മൾ പരിശോധിക്കും. ആ നിലയിൽ ഇതൊക്കെ ഒരു ക്രൈമാണ്, നമ്മളുടെ ചുറ്റും നടക്കുന്നതാണ്, അത് പ്രേക്ഷകരിൽ എത്തിക്കുകയാണ്. അതിൽ ആവേശമൊന്നുമില്ലാതെ വളരെ പക്വതയോടെ അത്തരം കാര്യങ്ങൾ പറയാം, റിപ്പോർട്ട് ചെയ്യാം, അവതരിപ്പിക്കാം. അതിൽ ജേക്കബ് കോയിപ്പള്ളി ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ 100% ശരിയാണ്. അത് ഒരു കാരണവശാലും കുറ്റവാളികൾക്ക് പ്രചോദനം നൽകുകയോ കൂടുതൽ കുറ്റകൃത്യങ്ങൾ പ്രേരിപ്പിക്കുന്നതോ ആവരുത് എന്ന സതുദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നത്. 100% അതിനോട് യോജിക്കുകയും ചെയ്യുന്നു. പല പ്രേക്ഷകരും അക്കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. അത് സിനിമകളിലെ ക്രൂര സീനുകൾ, അതുപോലെ സീരിയലുകൾ, ഇതിനെപ്പറ്റിയൊക്കെ വീണ്ടും പറയുന്നുണ്ട്. ഇതൊക്കെ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നുണ്ട്. അത്തരം അഭിപ്രായങ്ങൾ പ്രേക്ഷകർ പങ്കുവയ്ക്കുന്നുണ്ട്. അതൊക്കെ ഈ നിലയ്ക്ക് പരിശോധിക്കണം എന്ന നിർദ്ദേശം മുന്നോട്ട് വരുന്നുണ്ട്. ഏതായാലും ഈ കൊലപാതകങ്ങൾ, ഈ കുട്ടികളിലെ കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ചുള്ള വാർത്തകൾ, ഈ സീരിയൽ കില്ലേഴ്സിൻ്റെ വാർത്തകളൊക്കെ കാണുന്ന പ്രേക്ഷകർ ആ വിഷയത്തോട് നടത്തുന്ന പ്രതികരണങ്ങൾ അങ്ങേയറ്റം പോസിറ്റീവാണ്. അതൊക്കെ ആ നിലയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അതേ നിലയിൽ തന്നെ നമ്മളത് ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. മറ്റൊരു റിപ്പോർട്ടിലേക്ക് കടക്കുകയാണ്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തെരുവുനായ ആക്രമണത്തിൻ്റെ വാർത്തകൾ ഓരോ ദിവസവും വരുന്നുണ്ട്. ഇന്ന് കോഴിക്കോട് ചെക്കിയാടിയിലും വിദ്യാർത്ഥിക്ക് നേരെ തെരുവുനായ ആക്രമണമുണ്ടായി. ആ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ കടന്നിട്ട് മറ്റു ചില കാര്യങ്ങൾ പറയാം. ഇത് ചെക്കിയാട് പഞ്ചായത്തിലെ വേവത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ്. തുടർച്ചയായി ഈ ഭാഗത്തു നിന്നുള്ള ഇത്തരം ദൃശ്യങ്ങൾ നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ട്. ഈ മാസം 23-നാണ് ഇതേ സ്ഥലത്ത് ഇതേപോലെ തന്നെ മദ്രസ വിദ്യാർത്ഥി തെരുവുനായയുടെ ആക്രമണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടത്. ആ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർ ഒന്ന് കണ്ടു നോക്കും.
ഒരേ പ്രദേശം ഏതാണ്ട് ഒരു നായ തന്നെയാണ് എന്നാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് തോന്നുന്നത്. ഏതായാലും നാട്ടുകാർ, തദ്ദേശഭരണ സ്ഥാപനങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ, പഞ്ചായത്തൊക്കെ അതിൽ ഇടപെടണം. അവിടെ ഒരു നായ ഇങ്ങനെ നിരന്തരമായി ആളുകളെ ആക്രമിക്കുന്നുണ്ട്. തുടർച്ചയായി ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്, മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ എന്തുകൊണ്ടാണ് നടപടി ഉണ്ടാവാതിരിക്കുന്നത് എന്നുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ചോദിച്ചു പോവുകയാണ്. ഈ തെരുവുനായ ആക്രമണത്തിന്റെ വാർത്തകൾ തീരുന്നില്ല. നമ്മൾ കൊല്ലം ജില്ലയിലേക്ക് പോയാൽ അവിടെയും അതിരൂക്ഷമായ പ്രശ്നമാണ്. തെരുവുനായയുടെ ആക്രമണത്തിൽ നിരവധി പേർക്ക് അവിടെ പരിക്കേറ്റ വിവരമാണ് ഇപ്പോൾ വരുന്നത്. തെരുവുനായ നിയന്ത്രണം പാളി എന്നാണ് വിമർശനം. ജനം അവിടെ അക്ഷരാർത്ഥത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഇന്ന് കേരളത്തിലെ പൊതുജനാരോഗ്യ പ്രശ്നങ്ങളുടെ പട്ടികയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തെരുവു നായ്ക്കളുടെ അനിയന്ത്രിതമായ ഈ പെരുപ്പം. ദൈവത്തിന്റെ സ്വന്തം നാടെന്നത് തെരുവു നായ്ക്കളുടെ നാടെന്ന കുപ്രസിദ്ധിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ആശങ്കയുണർത്തുന്ന സാഹചര്യം. കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ തെരുവു നായ ശല്യം രൂക്ഷമായി തുടരുകയാണ്. തെരുവു നായ്ക്കളുടെ ആക്രമണത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഇല്ലാത്ത ദിവസങ്ങൾ ചുരുക്കമാണ്. കൊല്ലം കളക്ടറേറ്റ് കവാടത്തിൽ റവന്യൂ വകുപ്പിലെ പാർട്ട് ടൈം ജീവനക്കാരനെ തെരുവുനായ ആക്രമിച്ചു. നഗരത്തിന്റെ പ്രധാന മേഖലകളിലെല്ലാം തെരുവു നായ്ക്കളുണ്ട്. പട്ടിശല്യം ഇവിടെ വളരെ കൂടുതലാണ്. കാരണം വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ പലരും പല രീതിയിലുള്ള ആഹാരങ്ങളും മറ്റും കൊണ്ടു കൊടുക്കുന്നതുകൊണ്ട് നമ്മളൊക്കെ വണ്ടിയിൽ വന്ന് ഇറങ്ങുമ്പോൾ നമ്മളടുത്തും വരും. അപ്പം ഇതിന് ആ ഒരു സൗകര്യം ഉണ്ടാവും നമ്മളും കൊടുത്തില്ലെങ്കിൽ. അപ്പം അങ്ങനെ പല പട്ടികളും ഇതുമായിട്ട് വന്ന് നമ്മുടെ കൂടെ നിൽക്കും. നമുക്ക് എപ്പോൾ കടിക്കുമെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. കടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇതിനൊരു റെമഡി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ശരിയല്ല. 2.5 ലക്ഷത്തിലധികമാണ് കേരളത്തിൽ തെരുവു നായ്ക്കളുടെ ഏകദേശ എണ്ണം. രാവും പകലുമില്ലാതെ പലയിടങ്ങളിലും നായ്ക്കൾ വിഹരിക്കുന്നു. പല തെരുവുകളും രാത്രി പൂർണ്ണമായും ഇവ കീഴടക്കുന്നു. ചില സമയം രാത്രിയൊക്കെ പോകാൻ നേരമേ നമ്മളെ കൂടെ നടക്കാൻ തന്നെ പെണ്ണുങ്ങളൊക്കെ പോകുന്നതാണ്. അപ്പോൾ അവർക്കൊക്കെ ഒരു പേടിയാണ്. ഇപ്പോൾ ഇതുവരെ ആക്രമണമായിട്ട് വലുതായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. നമ്മളൊക്കെ പോകാൻ നേരം പട്ടി അങ്ങനെ അറ്റാക്ക് ചെയ്യാനൊന്നും വന്നിട്ടില്ല. പക്ഷേ രാത്രി കൂടെ ഓടാൻ തന്നെ ഞാൻ കുറേ വട്ടം കണ്ടിട്ടുണ്ട്, ഈ പേടിച്ച് മാറി നടക്കുന്നത്. ഇത് കുറച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. കാൽനട യാത്രക്കാരെ കടിച്ച് പരിക്കേൽപ്പിക്കുക മാത്രമല്ല, വാഹനം ഓടിക്കുന്നവരുടെ കുറുകെ ചാടി വീണ് തെരുവു നായ്ക്കൾ അപകടമുണ്ടാക്കുകയും ചെയ്യുന്നു. തെരുവുനായ നിയന്ത്രണത്തിന് വർഷാവർഷം കോടികളാണ് സർക്കാർ ചിലവഴിക്കുന്നത്. പക്ഷേ തെരുവുനായ നിയന്ത്രണം എങ്ങും എത്തിയില്ല എന്നുള്ളതാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. തെരുവു നായ്ക്കളെ പിടികൂടാനുള്ള പദ്ധതി തദ്ദേശ സ്ഥാപനങ്ങൾക്കില്ല. മുമ്പ് നായശല്യം രൂക്ഷമാകുമ്പോൾ പട്ടിപിടുത്തക്കാർ ഇറങ്ങുക പതിവ്. ഇപ്പോൾ ഇതും നടക്കാതായി. മാർക്കറ്റുകൾ, മാലിന്യം നിറയുന്ന പാതയോരങ്ങൾ എന്നിവിടങ്ങളിലാണ് നായശല്യം ഏറെ രൂക്ഷം. ഞങ്ങൾ ഇവിടെ മാത്രമല്ല, നമുക്ക് ESIയുടെ ചുറ്റുവട്ടത്തും ഒക്കെ പട്ടിശല്യം തന്നെയാണ്. അപ്പം നമുക്കിങ്ങനെ അടുത്തോട്ട് വരുമ്പോഴേ പേടി, ഇത് കടിക്കാനാണോ എന്തിനാന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അവർ പലതും തുടങ്ങി വെച്ചെങ്കിലും ഒന്നും പ്രാബല്യത്തിൽ ശരിക്കും നടക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഫാദറിനുള്ള രാവിലെ നടക്കാൻ വരാറുള്ള, അപ്പോൾ ഒരു വട്ടം കടിച്ചിട്ടുണ്ട് പുള്ളി. തെരുവുനായ മൂലം ആക്രമണത്തിൽ അപകടമേൽക്കുന്നവർക്കും ധനനഷ്ടമുണ്ടാകുന്നവർക്കും അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് അർഹമായ നഷ്ടപരിഹാരം ഈടാക്കി നൽകാൻ ജസ്റ്റിസ് S. സിരിജഗനെ തലവനാക്കി ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ്, നിയമ സെക്രട്ടറി എന്നീ അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തി സംസ്ഥാനത്ത് 2016 പ്രത്യേക കമ്മിറ്റിയെ നിയോഗിച്ചത് സുപ്രീം കോടതിയാണ്. തെരുവുനായ ശല്യം വ്യാപകമെങ്കിലും അപേക്ഷകൾ തീരെ കുറവെന്നാണ് ഇത് കൈകാര്യം ചെയ്യുന്ന ജസ്റ്റിസ് സിരിജഗൻ കമ്മിറ്റി പറയുന്നത്. തെരുവു നായ്ക്കളെ പിടിച്ച് വന്ധ്യംകരിക്കുന്ന പദ്ധതിയായ ABC പദ്ധതി കാര്യക്ഷമമായി നടന്നിട്ടില്ല. പുതിയ ഉത്തരവിലെ സാങ്കേതിക പ്രശ്നങ്ങളിൽ ഉടക്കിയാണ് പദ്ധതി വൈകുന്നത്. സൗജന്യ പേ പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകുന്നതിന് വർഷം 20 കോടി രൂപയാണ് സർക്കാർ ചിലവഴിക്കുന്നത്. എവിടെയാണ് തെരുവുനായ നിയന്ത്രണം പാളിപ്പോയതെന്ന് പരിശോധിക്കേണ്ട സമയവും അതിക്രമിച്ചിട്ടുണ്ട്. കൊല്ലത്തുനിന്ന് ക്യാമറാമാൻ അരുണസാറിനൊപ്പം അരുൺ രാജ്, 24. പൊതുജനം കഴുതയല്ല സാർ. ഈ തെരുവുനായ്ക്കളുടെ കടിയേറ്റ് ചികിത്സ തേടിയെത്തുമ്പോൾ വാക്സിൻ കിട്ടുന്നില്ല എന്ന് പലരും നേരത്തെ പറഞ്ഞിരുന്നു. അത്തരം ഒരു പ്രശ്നം കൂടിയുണ്ട്. അപ്പോൾ സർവത്ര പ്രതിസന്ധിയുണ്ട് ആ മേഖലയിൽ. ഈ നേരത്തെ നമ്മൾ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ ഏത് ഘട്ടം മുതലാണിത് പാളിയതെന്ന് പരിശോധിച്ച് അവിടെ മുതൽ തിരുത്തൽ വേണ്ടതാണ്. അതിന് വലിയ പരിമിതികളുണ്ടെന്നാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളൊക്കെ പറയുന്നത്. അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇതിൽ പലതും എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ തെരുവുകളിൽ നായകൾ കൂടുന്നത് മൂലം പ്രവാസികൾക്ക് കുട്ടികളെ നാട്ടിൽ അവധിക്ക് വിടാൻ പോലും ഭയമാണ് എന്നതൊരു വസ്തുതയാണെന്ന് നേരത്തെ നമ്മുടെ ജേക്കബ് കോയിപ്പള്ളിച്ചേട്ടൻ വീണ്ടും പറയുന്നുണ്ട്. അതുപോലെ ഇതിന്
ഈ വിഷയത്തിന് പരാതി എവിടെയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെയാണ് ആദ്യം നമ്മൾ സമീപിക്കേണ്ടത്, അവരാണ് ആദ്യമായി ഇത് ചെയ്യേണ്ടത്. പക്ഷേ അവിടെ വലിയ പ്രതിസന്ധിയുണ്ട്. ഈ പട്ടിപിടുത്തക്കാർ എന്ന് പറയുന്ന നേരത്തെ അങ്ങനെ ഒരു വിഭാഗം, അത്തരം ആളുകൾ, ആ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ വരുമായിരുന്നു സമയാസമയങ്ങളിൽ. ഇപ്പം പക്ഷേ അങ്ങനെയൊന്നും ആരും വരാറൊന്നുമില്ല എന്ന് എല്ലാവരും അവരുടെ കമൻറ്റിൽ പ്രതികരിക്കുന്നുണ്ട്. ഈ പവിത്രൻ പാതിരപ്പറ്റ പറയുന്നു, പനിക്കിടക്കയിലാണെങ്കിലും ഞാൻ 24 കാണുകയും കേൾക്കുകയും കമൻ്റ് ഇടുകയും ചെയ്തുകൊണ്ട് സമയം നീക്കുകയാണെന്ന്. പവിത്രൻ പാതിരപ്പറ്റയുടെ പനി വേഗം കുറഞ്ഞ് വളരെ സജീവമായി പനിക്കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഈ ഘട്ടത്തിൽ. അപ്പോൾ ധാരാളം തെരുവ് നായ്ക്കളെ കൊല്ലണം എന്നാണ് ആശ പറയുന്നത്. അതുപോലെ നേരത്തെ നമ്മൾ നൽകിയ സ്കൂൾ കുട്ടികളുടെ കാര്യത്തിൽ രവികുമാർ പറയുകയാണ്, വീടുകളിലും സ്കൂളുകളിലും കുട്ടികൾക്ക് നല്ല പരിചരണത്തിൻ്റെ കുറവുണ്ട്. വിദ്യാഭ്യാസം നൽകുന്നതിനൊപ്പം സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം എന്നുകൂടി പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അബ്രഹാം തോമസ് പറയുന്നു, തെരുവ് നായെ കൊന്നാൽ കേസ്, മനുഷ്യനെ കൊന്നാൽ കേസില്ല. മനുഷ്യനേക്കാൾ വില ഇത്തരം ജീവികൾക്കാണ്. കേരളം ഗോഡ്സ് ഓൺ കൺട്രിയോ അതോ ഡോഗ്സ് ഓൺ കൺട്രിയോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഈ വിഷയം സാർവത്രികമായി കേരളത്തിലാകെയുണ്ട്. ഇതിപ്പോൾ ഏതെങ്കിലും ഒരു ജില്ലയിൽ അല്ല, മുഴുവൻ മേഖലകളിലും ഈ തെരുവുനായ ശല്യം അതുണ്ടാക്കുന്ന ഭീഷണി ഒരു പ്രശ്നമായി തന്നെ തുടരുകയാണ്. ഏതെങ്കിലും ഒരു സമയത്ത് അത് ഉയർന്നു വരും, പക്ഷേ ആ ഘട്ടത്തിൽ പിന്നീട് അത് അവഗണിക്കും. പക്ഷേ ആ പ്രശ്നമായി തുടരുന്നുണ്ട് എന്നാണ് ഇന്ന് നമ്മൾ ഈ കണ്ട റിപ്പോർട്ടുകളും ദൃശ്യങ്ങളും ഒക്കെ വ്യക്തമാക്കുന്നത്. മറ്റ് വാർത്തകളിലേക്ക് വരും ഇടവേളയ്ക്ക് ശേഷം. ജനകീയ വാർത്താ മണിക്കൂർ തുടരുന്നു. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രതികരണം വരുന്നുണ്ട്. ഭാസ്കര കാരണവർ വധക്കേസ് പ്രതി ഷെറിന്റെ ജയിൽ മോചനത്തിനായി ഒരു സമ്മർദ്ദവും ഉണ്ടായിട്ടില്ല എന്നാണ് കണ്ണൂർ വനിതാ ജയിൽ ഉപദേശക സമിതി അംഗം MV സരള പറയുന്നത്. ജയിലിലെ നല്ല നടപ്പ് കൊണ്ടാണ് ശിക്ഷാ ഇളവിന് പരിഗണിച്ചത്, തിടുക്കത്തിലെടുത്ത തീരുമാനം അല്ല എന്നും MV സരള പറയുന്നു. 18 വർഷം 5 മാസം 24 ദിവസം ശിക്ഷ ഷെറിൻ അനുഭവിച്ചിട്ടുണ്ട്. ഉപദേശക സമിതി നല്ല നിലയിൽ തന്നെ പരിശോധന നടത്തിയിട്ടുണ്ട്. കൃത്യസമയത്ത് തന്നെ പരോളിൽ പോവുകയും പറഞ്ഞതിനനുസരിച്ച് തന്നെ കൃത്യമായി മടങ്ങിയെത്തുന്ന സമീപനം ഷെറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. മറ്റ് ഒരു രീതിയിലുള്ള പരാതിയും ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ അങ്ങനെ ഷെറിന് അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള പരിഗണന കൊടുത്തിട്ടില്ല. ഏതെങ്കിലും മന്ത്രി ജയിൽ ഉപദേശക സമിതിയെ ബന്ധപ്പെട്ടിട്ടുണ്ട്? ഇല്ല, ഒരു മന്ത്രിയും ഇടപെട്ടില്ല. നല്ല നടപ്പ്, മാനസാന്തരം, ഈ രണ്ട് വിഷയങ്ങൾ കൂടി നേരത്തെ പറഞ്ഞ ഈ റിപ്പോർട്ടിന് പരിഗണിക്കപ്പെട്ടു എന്നുകൂടി MV സരള സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നോക്കും ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇനി കാണാം കുരായണം.